തീർച്ചയായിട്ടും അത് പാടുകളും ഇടുങ്ങിയ സമാധിയായിരുന്നു. അപ്പൊ അതുകൊണ്ടൊന്നുമല്ല, അതായത് അതൊന്നുമല്ല, ഒരിക്കലും അല്ല. അതായത് അത് പാടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതായത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാടാണ് ഇവിടെ പാടാണ് ഉണ്ടായിരുന്നത്. സമാധി എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനമല്ല, ക്ഷേത്രവും കച്ചവട സ്ഥാപനമല്ല, അത് ബിസിനസ് ആക്കാം. ഇത് വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാനല്ല. വളരെ ആധികാരികമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഹമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സനന്ദനും അതേപോലെ നമ്മളെ പൂജാജിയും. അതുകൂടാതെ അവരെ സഹായിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തല്ല, വേറെ എന്തോ ഒരു പരിഷത്ത്, അവരും ചേർന്നുകൊണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും തോന്നിയ ഒരു കാര്യം എന്താ വെച്ചിട്ടാ, ഇവർ മിണ്ടാണ്ടിരിക്കരുത് നല്ലതെന്നുള്ളതാ. കാരണം കൂടുതൽ ഈ ഒരു വാർത്തയെ സങ്കീർണമാക്കുകയും ആളുകളുടെ സംശയങ്ങൾ വീണ്ടും ദൃഢപ്പെടുത്താനുമാണ് ഇവരെ വീഡിയോ കൊണ്ട് ഒരു ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാൻ സത്യം പറയട്ടെ, ചിരിച്ച് ഇല്ലാണ്ടായി എന്നുള്ളതാണ്. അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടുകളുണ്ടല്ലോ, ഈ പാടുകളൊക്കെ തഴമ്പാണ്, അത് കുറെ മുമ്പുണ്ടായതാണെന്നുള്ളതാണ്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയല്ല എൻ്റെ പൊന്നു മക്കളെ. ഈ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഉണ്ടായത് എന്ന രീതിയിലാണ്. ക്ഷതമാണ്, ചതവാണ്. ഈ ചതവൊക്കെ ഒരുപാട് കാലം ഉണ്ടാവൂല, ചതവ് മാറിപ്പോവും അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അടക്കം ചെയ്യുന്നതല്ല, അടക്കല്ല, സമാധി ചെയ്യുന്ന സമയത്ത് ഉണ്ടായതാവാനുള്ള സാധ്യതയുണ്ട്. ഇത് മരണകാരണമല്ലാത്തത് കൊണ്ടാണ്, ആഴത്തിലുള്ളതല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ പോലീസ് ഒന്നും പറയാത്തത്. അല്ലെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ല. വേറെന്താണ്, സമാധി എന്ന ബിസിനസ് അല്ല എന്നുള്ളത്. സമാധിയും ഒരു ബിസിനസ് തന്നെയാണ്. ആത്മീയതയാണ് ഏറ്റവും വലിയ ബിസിനസ് എന്നൊക്കെ നമുക്കറിയാം. ദീർഘിപ്പിക്കുന്നില്ല. ഗോപൻ സ്വാമി വിഷയത്തിൽ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഇതാ കേൾക്കാം. ഇത്തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നത്. മാനിപ്പുലേറ്റ് ചെയ്യാത്ത വിധത്തിലുള്ള പോസ്റ്റർ റിപ്പോർട്ടാണ് കറക്റ്റായി വരുമെന്ന് അറിയാമായിരുന്നു. അത് തന്നെ. അപ്പോൾ ആദ്യം വന്നത് പിന്നെ ഷുഗർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇതൊക്കെ. അപ്പോൾ ദുരൂഹ മരണം എന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ദുരൂഹ മരണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. സമാധാനം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ തന്നെ നടക്കട്ടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഈ പ്രാഥമിക റിപ്പോർട്ടും വന്നു. നെക്സ്റ്റ് ഒരു സാധനം കൂടി വരണം. അത് വരണ വരെ ഇത് സമാധാനത്തിൽ നിൽക്കാനൊന്നും പറ്റൂല മക്കളെ. ഇപ്പോഴും വലിയ രീതിയിലുള്ള ഡൗട്ടുകൾ ആളുകളിലുണ്ട്. ആൾക്ക് സമാധാനം കൊള്ളാം. ആവശ്യമില്ലാതെ ചില നിക്ഷിപ്ത താല്പര്യമുള്ളവര് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർത്തിയ ആരോപണം. പക്ഷെ അവരുടെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കാൻ പോലീസ് ശ്രമിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. എങ്കിലും ഈ വിധത്തില് ഒരു പോസ്റ്റ്മോർട്ടം ആവശ്യം തന്നെ വരില്ലായിരുന്നു. എന്താ പൊന്നു, നാട്ടുകാര് ഒരാളെ കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് കൊടുത്തല്ലോ. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അയൽവാസി കാണാതായാലും സ്വന്തം അച്ഛൻ അങ്ങനെ കാണാതായാലും നമ്മൾ പരാതി ഒന്നും കൊടുക്കാൻ പാടില്ല. ഇവർ പരാതി കൊടുത്തത് ഗൂഢമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഗോപൻ സ്വാമി സമാധി പൊളിക്കാനും മാന്ത്രിക അവയവങ്ങൾ മാന്തിയെടുക്കാനുമാണ് എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അയാളുടെ ഒരു ആഗ്രഹം അതായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ പോലീസുകാർ ഇത് മാന്താനും വരില്ല, സമാധിയായി തുടരുന്നുള്ളത്. എന്റെ പൊന്നുമോനെ 21-ാം നൂറ്റാണ്ട്. അത് കൂടാതെ സമാധിയൊക്കെ ഏതോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാ. ഈ കാലഘട്ടത്തിൽ ക്രിമിനൽ ലോ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് നിങ്ങൾ കുറച്ച് ചിന്തിക്കണം. ഇതൊന്നും അറിയാതെ ഇയാള് എന്താണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, തുടർന്ന് കേൾക്കാം. ഇനിയും റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ടല്ലോ. അതെ, അതും കൂടെ പുറത്തു വന്നു കഴിഞ്ഞാലല്ലേ സ്വാഭാവിക ദുരൂഹമരണമൊക്കെ പോയി കഴിഞ്ഞു. ഇനിയുള്ള റിപ്പോർട്ടിൽ അതിനുള്ള പ്രസക്തമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതെ. ഇനിയുള്ള റിപ്പോർട്ടിൽ അങ്ങനെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. അതായത് ആൾക്ക് ഉറപ്പിക്കാം, നല്ല വൃത്തിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇവിടെയൊക്കെ ക്ഷതമുണ്ട്. അത് മരണകാരണമായില്ല എന്നേ ഉള്ളൂ. ഇനി റിപ്പോർട്ടിൽ എങ്ങാനും ഭസ്മമെല്ലാം ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ എന്റെ പൊന്നുമോനെ, ആ ബോഡി ഇതിനെ തുറക്കണ സമയത്ത് വാ തുറന്നിട്ടിരുന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വാ തുറന്നിരിക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ശ്വാസം മുട്ടി ശ്വാസം എടുക്കാൻ ശ്രമിച്ച സമയത്ത് വാ തുറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. 2, ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗ്യം പോലെ വെറുതെ തുറന്നതാവാനും സാധ്യതയുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇവിടെ സംഭവിച്ചു, ഒരിടത്തും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഭാവി സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്ത് സമാധി ഇരുത്തിയതോ അതോ ഇത് പൊളിച്ചത് നിയമപരമായിട്ട് പൊളിക്കണം. അത് പൊളിക്കുക തന്നെ. ഇവിടെ ഒരാളെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പറെങ്കിലും വിളിച്ച് കാണിക്കായിരുന്നല്ലോ, എന്റെ ഡാഡി മരണപ്പെട്ടു, ഇതാ ഞങ്ങൾ സമാധിയാക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നിരുന്നു. പക്ഷെ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത്. സമാധിയാണോ അതോ ഇത് പൊളിച്ചതോ എനിക്കിപ്പോഴും കത്തിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് കേൾക്കാം. 2 കാര്യം പോലീസിന് ശ്രദ്ധിക്കാമായിരുന്നു. ഒന്ന്, ഇവര് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള തീരുമാനം എത്തുന്നതിന് മുമ്പ് ഒന്ന്
ഈ ബന്ധപ്പെട്ട സമാജത്തിന്റെ കുടുംബം, ഇതിന്റെ ഭാര്യയുണ്ട്, 2 ആൺമക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. നമുക്കറിയാലോ, ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാല് അവര് സ്വയം പോലീസ് യൂണിഫോമിനെ തന്നെ ഭയക്കും, അവര് ശബ്ദം ഇടറും, അവർക്ക് നേരെ ഉത്തരം പറയാൻ കഴിയില്ല, അവരുടെ ശരീരഭാഷ ഒക്കെ വ്യക്തമാവും. ഇതൊക്കെ മനസ്സിലാക്കാൻ ത്രാണിയുള്ള പോലീസാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ആ ഓപ്ഷൻ അത് അവർ ശ്രമിച്ചില്ല. ആ സമയത്ത് ആ ഓപ്ഷനെ ബാറ്ററില്ലാത്ത കാരണം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചില ആൾക്കാരുടെ ഓപ്ഷൻസ് വെള്ളം കയറിയിട്ടേ സ്വിച്ച് കേടന്നിരിക്കുന്നു. പോലീസുകാർ സൈക്കോളജിസ്റ്റുകളായിരിക്കണം, പോലീസുകാരെ കണ്ടുകൊണ്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അടിപൊളി, നല്ല പരിപാടിയാണ്. അതായത് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പോലീസുകാർ കാണുന്ന സമയത്ത് വിറയ്ക്കണം എന്നുള്ളത്. ഇതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. 4 ആളെ വിളിച്ച് സമാധി ഇരുത്തുന്ന കാര്യം പറഞ്ഞ് സമാധി ഇരുത്തിയാൽ പറയുന്നില്ലേ? ആരെയും അറിയിക്കാതെ പോയിട്ട് പ്രിന്റ് എടുത്ത് കൊണ്ടുവരുന്നു, അതിൽ കൊണ്ട് ഇരുത്തുന്നു, ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, മുസ്ലിങ്ങളാണ് പ്രശ്നക്കാരുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ എന്ത് കാര്യമുള്ളത്? അപ്പൊ നാളെ മുതൽ പോലീസുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നാളെ മുതൽ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് അവൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാ. വേറൊരു സാധനം പറഞ്ഞിട്ടില്ല നിങ്ങൾ, അതായത് അവര് പേടിക്കുമല്ലോ എന്ന്. തലയിൽ ആൾതാമസം കുറച്ചെങ്കിലൊക്കെ ഉള്ള ആളുകളെ എന്ത് കണ്ടാലും പേടിക്കുള്ളൂ എന്നുള്ള ബോധം താങ്കൾക്ക് ഇല്ലാണ്ട് പോയി. കൊള്ളാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ മാസ് പെറ്റീഷൻ കൊടുത്ത് ആരാണ്, അവരുടെ ഉദ്ദേശം എന്താണ്, ആ ഉദ്ദേശം മനസ്സിലാക്കിയിരുന്നെങ്കിലും ഈ വിധത്തിൽ വേണ്ടി വരില്ലായിരുന്നു. അത് ശരി, ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസുകാർ പണിയെടുക്കാതിരിക്കേണ്ടത്. അവിടെ FIR ഇട്ടിരിക്കുന്നത് ഒരാളെ കാണാനില്ല, മാൻ മിസ്സിംഗ് കേസാ, ഇതിന്റെ അകത്തുണ്ടെന്ന് ഇവര് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു നോക്കണം പോലീസുകാര്. അതിൽ വേറെ ഒരു വർത്താനം ഇല്ല. അതില് അവിടെ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്ത FIR ഇട്ട് കഴിഞ്ഞ എന്റെ പൊന്നു മോനെ, ഇവിടെ പോലീസുകാർക്ക് പണിയുണ്ട്. ആ പണി അവർ എടുക്കുന്നുണ്ട്. പോലീസുകാർ ആൾക്കാരെ മോന്ത നോക്കിക്കൊണ്ട് കള്ളനെ കണ്ടെത്തണം, മോന്ത നോക്കിക്കൊണ്ട് എന്ത് കണ്ടെത്തണം? അതായത് ഇവര് വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് കണ്ടെത്തണം എന്നുള്ളത്. വെറുതെ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയതല്ല, കാര്യമായിട്ട് ഉണ്ടാക്കിയതാ. അത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ചെയ്തിട്ടുണ്ടല്ലോ. വെറുതെ എന്തിനാ എന്റെ പൊന്നു ചേട്ടായി വെറുതെ ഇങ്ങനെ ഓരോ പൊട്ടത്തരം പറയുന്നത്. അപ്പൊ ഈ മാസ് പെറ്റീഷൻ കൊടുത്തവരുടെ ഗൂഢോദ്ദേശം മനസ്സിലാക്കാനും അതുപോലെ കുടുംബത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കാനും പോലീസ് ശ്രമിച്ചെങ്കിൽ കഴിയുമായിരുന്നു. ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം ബാക്കി വന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വേണ്ട, വിശദീകരണം ഒന്നും വേണ്ട എന്റെ പൊന്നു ചേട്ടായി. നിങ്ങളെ ബുദ്ധി എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഏകദേശം വല്ലാണ്ട് മനസ്സിലായിട്ടുണ്ട്, വൃത്തിയിൽ മനസ്സിലായിട്ടുണ്ട്. പോലീസുകാർ ഇനി മേലാക്കം ഇങ്ങനെ ആരെങ്കിലും സമാധി ഇരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കരുതെന്നാണ് പറയുന്നത്. നാട്ടുകാരുടെ ഉദ്ദേശശുദ്ധിയാണ് ആൾക്ക് പ്രശ്നം. നാട്ടുകാർക്ക് നല്ല ഉദ്ദേശശുദ്ധിയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നഗ്നപൂജ മാറിടം മറയ്ക്കാതെ വരണം എന്ന് പറഞ്ഞ സാധനത്തിനൊന്നും ഇവർ മറുപടി തന്നെ തന്നിട്ടില്ല. ബാക്കിയുള്ളതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ നാട്ടുകാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ജനങ്ങളുടെ അടുത്തേക്ക് മൈക്കും കുത്തിപ്പിടിച്ചാണ്ട് ചെല്ലുന്നില്ല. എക്സ്ക്ലൂസീവ് വേറെ സാധനങ്ങൾ കിട്ടുമ്പോൾ ഇത് തട്ടിപ്പോവും, അല്ല അത് ഒഴിവാക്കി പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം, ഫുള്ള് കേക്കട്ടെ. ഈ ഡെഡ് ബോഡി ജീവസമാധി തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? ജീവസമാധി എന്ന് പറയുമ്പോൾ ജീവൻ അകത്തുറയുന്നതാണ് ജീവസമാധി. ആ ബോഡിയെ സംബന്ധിച്ച് അതാണല്ലോ അന്ന് എടുത്തപ്പോഴും അത് വലിയ കുഴപ്പമൊന്നും വന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ജീവസമാധി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മഹാപാപമാണ് ചെയ്തത്. അത് ശരി. അപ്പൊ ജീവസമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ ജീവനോടുക്കനെ അടക്കണതല്ലേ? അതിനെയാണ് ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത്. ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നതും കൊലപാതകം ചെയ്യുന്നതിന് ക്രിമിനൽ കുറ്റം എന്നാണ് പറയുക. ഈ ഒരു രീതിയിൽ തന്നെയാണ് വക്കീലല്ലേ എന്റെ പൊന്നു ചേട്ടായി പോലീസുകാർ കേസെടുത്തിട്ടുള്ളത്. വല്ലാത്തൊരു പാപമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോഡി എടുക്കുന്ന സമയത്ത് മണമില്ലായിരുന്നു എന്നാ പറയുന്നത്. ഇവിടൊക്കെ ഒലിച്ചിറങ്ങി തുടങ്ങിയിരുന്നു എന്ന് കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അഴുകി തുടങ്ങിയിരുന്നു, സ്മെല്ല് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് പറയുന്നില്ല, ആളെ പൊട്ടനാക്കല്ലേ, പൊട്ടൻ ആക്കല്ലേ, കേട്ടോ? പൊട്ടനാക്കാൻ നിൽക്കല്ലേ, ഇത് തീരെ ദഹിക്കുന്നില്ല. അതുകൊണ്ട് പറയാണ്, ഭാവിയിലെങ്കിലും കേരളത്തിനോട് അല്ലെങ്കിൽ ഒരിടത്തും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട വിധത്തിലുള്ള ജാഗ്രത പോലീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഭരണാധിപന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഭാവിയിൽ ആരെങ്കിലും സമാധിയായി എന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരവിടെ പൊളിക്കാൻ പോകരുത്. ഭരണാധികാരികൾ നാളെ മുതൽ ആരെ വേണമെങ്കിലും തല്ലിക്കൊന്ന് സമാധിയാക്കിക്കോ എന്നുള്ള ആ ഒരു വകുപ്പ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. ആരും അന്വേഷിച്ച് ചെല്ലരുത്. ആരെങ്കിലും മരിച്ച് സമാധിയായി എന്ന് കേട്ടാ, മരിച്ചതല്ലട്ടോ, സമാധിയായി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ്, സമാധിയായി, തല്ലിക്കൊന്നതല്ല സമാധിയായി, ഇടിച്ചു കൊന്നതല്ല സമാധിയായി എന്നുള്ള സർട്ടിഫിക്കറ്റും കൂടി കൊടുത്തേക്ക്. നല്ല ഓള സ്വപ്നം കണ്ട് വന്നിരിക്കുക. ഈ ജീവസമാധി എന്ന് പറയുമ്പോ ഈ പാടുകളൊന്നും പ്രശ്നമല്ല, അങ്ങനെ വരുമെന്നാണ് പറയുന്നത്. നാക്കുളിക്ക് എന്താ പറയേണ്ടതല്ല. ജീവസമാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടുകളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. ജീവസമാധി ആണെങ്കിൽ ഈ പാടുകൾ ഉണ്ടാവില്ല. ജീവസമാധി ജീവിക്കാൻ സമ്മതിക്കാതെ ഇടിച്ചിട്ട് അവിടെ കൊണ്ട് ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാടുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ.
ഉണ്ടായിരുന്നു അച്ഛന് പാടുകളൊക്കെ. മുഖത്തും ഒക്കെയുള്ള ചതവുകളും. കൂലിപ്പണിയുള്ള ആളല്ലേ, കൂലിപ്പണി ചെയ്യുന്ന ആളല്ലേ. അതായത് പണ്ട് 50 കിലോ ചാക്കാണ് ഈ ആറാലമ്മോട്. അത് ഇപ്പോഴാണ് 50 കിലോ ചാക്ക് വരുന്നത്. പണ്ടൊക്കെ 100 കിലോ ചാക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ലോഡ് ഇറക്കാൻ. പിന്നെ അത് പോയിട്ട് ഒരുപാട് ഫർണിച്ചർക്ക് വേണ്ടി മരം മുറിക്കാൻ പോകും. അങ്ങനെ അധ്വാനശീലമുള്ള അച്ഛനാണ്. അധ്വാനശീലമുണ്ട്. മൂക്കിന്റെ മുകളിൽ വെച്ചിട്ടാണ് ആ 100 കിലോ ചാക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ചെവിടിന്റെ ബാക്കിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചാക്കേറ്റി കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഏറ്റിക്കൊണ്ടുവരുന്നതെന്നാണ് ആള് പറയുന്നത്. ഓക്കെ, വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞൊക്കെ വിശ്വസിച്ച്. ഒരുപാട് അധ്വാനിക്കും. അതായത് ഒരു 3 ജന്മം ചെയ്ത് തീർക്കുവാനുള്ള ജോലി ഒരു ജന്മം കൊണ്ട് ചെയ്ത് തീർത്തിരിക്കുകയാണ്. ആരാണ് പറഞ്ഞത്? ബംഗാളികളാണ് മലയാളികളായിട്ട് നന്നായി പണിയെടുക്കുക എന്നുള്ളത്. 3 ജന്മത്തിന് വേണ്ടതാണ് 63 എത്ര വയസ്സിന്റെ ഇടയിൽ ആള് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഡയലോഗ് വേണ്ടട്ടാ. തീർച്ചയായിട്ടും അത് പാടുകൾ ഇടുങ്ങിയ സമാധിയായിരുന്നു. അപ്പൊ അതുകൊണ്ടൊന്നുമല്ല. അതായത് അതൊന്നുമല്ല. ഒരു പക്ഷെ ഇടുങ്ങിയ സമാധി ആയതുകൊണ്ടാകാം ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചിട്ട് പാട് വന്നിട്ടുള്ളത്. ഇവരിത് അങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പാ. അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്നും അറിയാത്ത ഈ ഒരാൾ എന്തിനാ പറയുന്നത്, എങ്ങനെ പറയും? അത് തന്നെ ഏകദേശമല്ല, പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ? ഇടുങ്ങിയ സമാധിയായിരുന്നു. ഇനി അതിനെ ന്യായീകരിക്കണ കേൾക്കാം. അത് പാടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ പൊന്നു മോനെ, ചതവ്. ഇപ്പൊ ഒരു ഇടി ഇവിടെ ഇടിച്ച് ഇവിടെ ചതവ് വന്ന് വിചാരിക്കുക. ആ ചതവ് ഒരു 4 ദിവസം കഴിഞ്ഞാൽ പോവും. ഇത് അവിടെ നിന്ന് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് മനസ്സിലായത് മരിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടായ പാടുകളാണെന്നുള്ളതാണ്. അല്ലാതെ ഒരു 10 കൊല്ലം മുമ്പുണ്ടായതല്ല. നിങ്ങൾ തലയിലേറ്റിയ കഥയൊക്കെ പറഞ്ഞു മൂക്കുമ്മലാണല്ലോ ഏറ്റുന്നത്. സമാധി ഇടുങ്ങിയതാന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇത് നിർമ്മിക്കുന്നത്. പത്മാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് കാല് പോലും ചുമരില് ടച്ച് ആവൂല. അത് പോയിട്ട് കുറുക്ക് അത് ടച്ച് ആവൂല. അങ്ങനെയാണ് ഇരുത്തിയിട്ടുള്ളത്. അതായത് ചുമരായിട്ട് ഒരു ടച്ചിങ്ങും ഇല്ല. ഇല്ല, അങ്ങനെയല്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞൂടാ. നിങ്ങൾ ഇയാൾ പറഞ്ഞതിന്റെ ഇടയിൽ ഒരു ഡയലോഗ് കേട്ടാ, അതായത് അളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അയാൾ എന്തോ പറഞ്ഞ് പൊട്ടത്തരത്തിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇതിന് സനന്തൻ ഇട്ടില്ലായിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് പോയിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരുന്നു. ഞങ്ങൾ ഇടിച്ചാണ്ട് പരത്തിയാണ്ട് കയറ്റി ബാസ്മട്ടാണ്ട് നിറച്ചാന്ന് പറയേണ്ട അവസ്ഥ വന്നിരുന്നു. എന്തോ ആയതിന് സനന്ത ഇടപെട്ട്, അല്ലെങ്കിൽ ആകെ പ്രശ്നം. അങ്ങനെയൊന്നും പറഞ്ഞൂടാ. അത് ഇടി ഞാൻ പറഞ്ഞല്ലോ, ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. പണ്ട് ജോലി സമയത്ത് ഉണ്ടായ പാടുകളാണ് അത് മുഖത്തിലുണ്ടായിരുന്നല്ലേ പറഞ്ഞത്. മുഖത്ത് ഒക്കെ ചതവുണ്ട് എന്നാണ് പറഞ്ഞത്. ചതവ് എന്ന് പറയുന്നത് ഒരുപാട് കാലം ഉണ്ടാകുന്ന കാര്യമല്ലേ? അത് പാടാണ്. ഇവിടെയൊക്കെ ഒരു പാടാണ് ഉണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളി. ഞങ്ങൾ പറഞ്ഞതാണ് റിപ്പോർട്ട് എന്നാണ് ഇവർ പറയുന്നത്. കൃത്യമായിട്ട് ക്ഷതമാണ്. ഇത്ര മില്ലി സെന്റി ഗ്യാപ്പിൽ കൃത്യമായിട്ടുണ്ട്. ഞാൻ സൈഡിൽ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, വായിക്കാൻ വയ്യ. അതുകൊണ്ടാണ് അതിൽ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് ഇടി കൊണ്ട ക്ഷതമേറ്റതാണ്. പക്ഷെ തലക്കകത്തേക്കൊന്നും പറ്റിയിട്ടില്ല, പുറത്തുണ്ട്. അതിനൊക്കെ കുറെ കാലം മുമ്പുള്ളതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എന്താണ് കീറിക്കളഞ്ഞാളെന്ന് ഒന്നും വെക്കണ്ട അവിടെ. സമാധി എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനമല്ല. ക്ഷേത്രവും കച്ചവട സ്ഥാപനമല്ല. അത് ബിസിനസ് ആക്കാം. ഇത് വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാനല്ല. നമ്മുടെ നിത്യ ഉപജീവനം അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പശു വളർത്തി നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് ഇനിയും. ഇത് ഭക്തി മാർഗവും നമ്മുടെ ഉപജീവനം നമ്മൾ അധ്വാനിച്ച് പശു വളർത്തി നമ്മുടെ ഉപജീവനം കൊണ്ടുപോകും. അല്ലാതെ ഈ എല്ലാവരും കളിയാക്കുന്നത് പോലെ ഇതിനിപ്പോ കുറച്ച് കാശുണ്ടാക്കാനുള്ള സംഭവമല്ല. ഇത് ഭക്തിയുടേതാണ്. ഭക്തി വേറെ, കച്ചവടം വേറെ. ഭക്തി വേറെ, കച്ചവടം വേറെ ഒക്കെ നിങ്ങൾ പറഞ്ഞോളി. ഭക്തി ഒന്ന്, കച്ചവടം ഒന്ന്. ഭക്തിയാണ് കച്ചവടം. ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടമാണ് ഭക്തി. അത് ഞങ്ങൾക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു സാധനം ഏത് മതമാണെങ്കിലും ഭക്തി തന്നെയാണ്. വിറ്റ് കാശാക്കാൻ ഏറ്റവും എളുപ്പം. എന്തായാലും പശുവിനൊക്കെ കറന്ന് നല്ല അടിപൊളിയായി ജീവിക്കട്ടെ. സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾക്ക് സന്തോഷ സമാധാനം കിട്ടണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇന്റർവ്യൂസ് കൊടുത്തിട്ട് വെറുതെ സ്വന്തം കുഴി മാന്തിക്കൊണ്ടിരിക്കല്ലേ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിലൊന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ലടേ. ഒരു കാര്യം കണക്റ്റ് ആവുന്നില്ല. ഓക്കെ, കൊള്ളാം. എന്തായാലും ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും വരുമോ? ഇനിയിപ്പോൾ അതും തേച്ച് മായ്ച്ച് കളയോ? ഈ വെള്ള ഷർട്ട് ഇട്ട ആളെനെ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. ഈ ആളാണ് എല്ലാത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ ഇത് കളിക്കുന്നത് എന്നുള്ളത്.
പോലീസുകാരാ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ, കണ്ണിൽ നോക്കിയിട്ട് വേണം ഇനി കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി എവിടെയെങ്കിലും സമാധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭരണകൂടമേ സമാധിയാണെന്ന് പറഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കണ്ട. അവരിനി ഇടിച്ച് കൊന്ന് കുഴിച്ചു കൊണ്ടുപോയിട്ടതാണെങ്കിലും സമാധി സമാധി സമാധി. ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ്. വീണ്ടും വരാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതുവരെ സന്ദീപ് സൈനിങ് ഓഫ്.